കുര്യച്ചന് പട്ടിയുടെ സെറ്റപ്പോ? എന്റെ പേര് പീയൂഷ്. മ്ലാത്തിച്ചേട്ടത്തെ സഹായിക്കാൻ വേണ്ടി വന്നു. അവസാനം ഞാൻ നിനക്ക് വെച്ചുണ്ടാക്കി തരേണ്ടി വരുമോ? ചില കൂറുള്ള പട്ടികളും ഉണ്ട്. അതിവിടെ പറയേണ്ട കാര്യം അല്ല, ഡയലോഗ് നേരത്തെ പറഞ്ഞു പോയത്, കുറച്ച് മനസ്സിലായിക്കോളെ. മ്ലാത്തിച്ചേട്ടത്തി പണ്ട് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ എങ്ങനെയായിരുന്നു? ഇപ്പൊ നമ്മൾ രണ്ടുപേരാണെങ്കിൽ ഇഞ്ചു 10 ആയിരുന്നു അന്നത്തെ കണക്ക്. കുര്യച്ചനെ തന്നെ വൃദ്ധസദനത്തിൽ നിന്ന് കൊണ്ടുവന്ന ആ സമയം. ഇന്നെന്താ കഴിക്കാൻ വേണ്ടത്? എനിക്ക് പുട്ടും കടലേ, എനിക്ക് പൊറോട്ട കിട്ടും. കടയിൽ പോലും ഇല്ല ഇത്രയും മെനു. അയ്യോ, ഈ ഡ്രസ് അല്ലായിരുന്നല്ലോ. എടിയേ, ഈ ഷർട്ട് ഒന്ന് കഴുകിയിടണേ. അയ്യോ, ഇപ്പൊ അങ്ങോട്ട് ഇട്ടല്ലേ ഉള്ളൂ. ഇപ്പൊ ഇട്ട ഡ്രസ് ആണെങ്കിലും നിനക്ക് അങ്ങോട്ട് കഴുകിയാലെന്താ? ഇവിടെ വാഷിംഗ് മെഷീൻ ആയാലും ഗ്രൈൻഡർ ആയാലും മിക്സി ആയാലും എന്തോ ആയാലും ഒറ്റ കമ്പനി ഉള്ളായിരുന്നു. മ്ലാത്തി ഹോം അപ്ലയൻസസ് ആൻഡ് പ്രൈവറ്റ് ലിമിറ്റഡ്. ആരെങ്കിലും അതിഥികളൊക്കെ വന്നു കഴിഞ്ഞാൽ എന്നെ പോലെ റെസ്റ്റ് എടുക്കാൻ സമയം കിട്ടുമായിരിക്കും അല്ലേ? നമ്മുടെ വീട്ടിൽ ആദ്യമായിട്ട് വന്നല്ലയോ? എങ്ങനെയുണ്ട് സ്ഥലവും പരിസരവും ഒക്കെ? അല്ല, നമ്മുടെ വീട്ടിൽ ആദ്യമായിട്ട് വന്ന ആൾക്ക് വെള്ളമാണോ കൊടുക്കുന്നത്? മ്ലാത്തി സ്പെഷ്യൽ ഉണ്ടാക്കി കൊടുത്താലോ? എന്തുവാ വേണ്ടേ? മട്ടൻ ആയാലോ? അല്ലാതൊക്കെ ഒറ്റയ്ക്കായോണ്ട് ബോറൊക്കെ അടിച്ചായിരുന്നു. ഉറങ്ങാനുള്ള സമയം പോലും കിട്ടാത്തതുകൊണ്ട് ബോറടിക്കാനുള്ള സമയമൊന്നും കിട്ടാറില്ലായിരുന്നു. അല്ല, ഇത്രയും ത്യാഗമൊക്കെ സഹിച്ച് നിൽക്കുന്നതിലും ഭേദം രക്ഷപ്പെടാൻ വയ്യായിരുന്നു. 2 മാസം ജോലി ചെയ്തിട്ട് പ്രതിഫലം ഒന്നും കിട്ടാത്തോണ്ട് ഞാൻ 2 കിണ്ടി എടുത്തിട്ടുള്ളേ. എന്നിട്ട് കിണ്ടി കിട്ടിയോ? കിട്ടി, 2 കിണ്ടി. എക്സ്ക്യൂസ് മീ, ആരാ? ക്യാരക്ടറിന്റെ പേര് എനിക്ക് ഓർമ്മയില്ല, പക്ഷെ സിനിമയിലുള്ള ഒരു വ്യക്തി എന്നോട് പറഞ്ഞിട്ടുണ്ട് ഞാൻ പോലീസുകാരനാണ്. കുര്യച്ചനെയും ഇവിടെയുള്ള 20 അംഗങ്ങളെയും കാണാനും അത് അന്വേഷിക്കാം. നിങ്ങളെയാണ് എനിക്ക് സംശയം. സാറേ, എന്റെ പേര് മ്ലാത്തിന്ന, അല്ലാതെ മജീഷ്യൻ മുതുകാടെന്നല്ല. അല്ല, വേഗം മായ്ച്ചു കളയാനേ. ബാക്കിയുള്ള ചിന്ന വീട്ടിലെല്ലാം ചെന്നപ്പം അവിടെ കുര്യച്ചനില്ല. പിന്നെ അവരെ നിന്ന് കിട്ടിയത് ആകെ ആട്ടും തുപ്പും. ഇവിടെങ്കിലും ഉണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. അതിപ്പോ സാറിന് കുറച്ച് കഴിയുമ്പോ കിട്ടും. നല്ല മലേഷ്യൻ കറി. ഒരു ഭാര്യയും ഒരു കൊച്ചുമുള്ള എനിക്ക് എൻ്റെ കുടുംബം നോക്കാൻ പാടുപെടുമ്പോൾ കുര്യച്ചന് ഇത് എങ്ങനെ സാധിക്കുന്നു? ഇപ്പോഴും ഒരു ചുരുളഴിയാത്ത രഹസ്യമാണ്. സാറേ, ഞാൻ കുര്യച്ചനെ ഒന്നും ചെയ്തിട്ടില്ല. അടുക്കള ഇരിക്കുന്ന കത്തിയാണ് സത്യം. അതിന് നിങ്ങളുടെ കുര്യച്ചനെ എടുത്ത് അൽഫാമാക്കിയത് ഞാൻ പറഞ്ഞില്ലല്ലോ. കയ്യിലെന്തോ ഒരു വള്ളി. ഈ സിനിമ തീരുമ്പോഴേ ഇവിടുത്തെ ഒരു അഴുക്ക ചേർക്കനുണ്ടല്ലോ, എൻ്റെ വണ്ടിയുടെ ബ്രേക്ക് കേബിൾ ഊരിയിടും. അതിന് മുമ്പ് ഞാനതങ്ങ് ഊരിയെടുത്ത് അവനിപ്പോ പ്ലിങ് ആയിട്ട് പ്ലിങ്. വൃദ്ധസദനത്തിൽ കിടന്ന് തന്നെ കുര്യച്ചൻ ഒറ്റ തള്ള തള്ളിയത്. സംഭവം ഇംഗ്ലീഷിൽ എന്തോ കനത്തില എന്നോട് പറഞ്ഞത്. എനിക്ക് മനസ്സിലാവാത്തോണ്ട് ഞാൻ വിചാരിച്ചു എന്നോട് ഐ ലവ് യു എല്ലാം പറഞ്ഞായിരിക്കും. പുള്ളി എന്താണ് ഉദ്ദേശിച്ചത്, എന്താണ് പറഞ്ഞത്? അല്ല സാറ് എവിടാന്നാ പറഞ്ഞേ? പോലീസില്. അവിടെ ചൊരപ്പാണോ ജോലി? അയ്യോ, അത് പിന്നെ അച്ഛൻ മരിച്ച വേക്കൻസി കയറിയതാ. ഊണെടുക്കട്ടെ? അല്ല, ഇവിടെ വരുന്നവർക്കല്ല ഊണ് കൊടുക്കും. അപ്പം ഈ അമ്മച്ചി എന്നും ഇവിടെ സപ്താഹം കൊടുപ്പാ. ഉറുമ്പ്, പാറ്റ, പല്ലി, പിഴുതാരിക്ക് എല്ലാം കൊടുക്കാറുണ്ട്. ഇനി കഴിഞ്ഞ ദിവസമാണെങ്കിൽ ഒരു പീസ് വെപ്പിന് ചോറ് വെച്ചാൽ അത് പുട്ടുണ്ടാക്കാനാ മോനെ. ആ, ഇവിടെ ചോറ് വെച്ചാ പുട്ടും ഉണ്ടാക്കുന്നേ. എനിക്കുണ്ടോ ഫുഡ്? നമ്മളാ ചൊരമൊക്കെ കയറി വന്നതാണേ. ഇവിടുത്തെ പട്ടിയൊക്കെ സ്വന്തമായിട്ടാ ഫുഡ് കണ്ടുപിടിച്ച് കഴിക്കുന്നത്. ചേച്ചിയൊക്കെ സ്വന്തമായിട്ട് എടുത്തു. കൂറുള്ള പട്ടിലുണ്ട്, ആർക്ക് ഒരേ മാസ്റ്ററാ. നീ ഇതൊക്കെ എന്തിനാണ് ഇടയ്ക്കിടയ്ക്ക് പറയുന്നത്? എന്റെ വീട്ടിലൊരു പട്ടിയുണ്ട്. ഞാനൊഴി ആര് വിളിച്ചാലോ ആ പട്ടി പോകും. ചേട്ടാ, കോഴിയൊന്നും വേണ്ട കേട്ടോ. അപ്പൊ ഇത് കോഴിയും തത്തയൊന്നും അല്ല, പട്ടിയ. ഞാൻ മോഹൻ പോത്ത്. ആദ്യമായിട്ട് ഒരു പോത്തിനെ കൊണ്ട് ഒരു പട്ടി വരുന്ന കാണുന്നത്. സോറി, പട്ടിയെ കൊണ്ട് പോത്ത് വരുന്നത്. മാത്തിച്ചേട്ടത്തി ഇവിടെ ഉണ്ടായിരുന്നോ? അല്ല, മനസ്സിലായില്ലായിരുന്നു. ഓ പിന്നെ, നിങ്ങളെ ഇവിടെ ചതിച്ചു കൊണ്ടുവന്നതിന്റെ മെയിൻ മാസ്റ്റർ പ്ലാൻ ഞാനല്ലായിരുന്നു. ചേച്ചി എന്നെ അറിയത്തില്ലയോ? ഞാൻ കുര്യച്ചന്റെ ചങ്ക പോത്തൻ. പിന്നെ എന്റെ പേര് പോത്തന്നേ ഉള്ളു. ഭയങ്കര ഐഡിയ. അല്ല, ഈ അസ്കി വെച്ചിട്ട് എന്തോ പരിപാടി? നമ്മളെ കുറച്ച് പട്ടികളുണ്ട്, എന്നെ പ്രലോഭിപ്പിക്കാൻ വല്ലതാണോ? ഛേ, അതിനൊന്നും വേണ്ടിയല്ല. എന്നെ അറിയത്തില്ലയോ? അതെ, എന്റെ റീല് കണ്ടിട്ടില്ലയോ?
രാവിലെ ആകുമ്പോൾ ഞാൻ അസ്കി ഇറക്കും, റീൽ ഷൂട്ട് ചെയ്യും, അപ്ലോഡ് ചെയ്യും, പിന്നെ റീൽ ഷൂട്ട് ചെയ്യും, അപ്ലോഡ് ചെയ്യും, അങ്ങനെ അങ്ങനെ അങ്ങനെ. അല്ല ഇങ്ങനെ കഷ്ടപ്പെടാതെ ഒരു വട്ടം എടുത്ത് കിടപ്പുണ്ടല്ലോ, അത് പിന്നെ അപ്ലോഡ് ചെയ്താൽ പോരാ. ആ അത് ശരിയാണല്ലോ. ആ ഞാൻ 2 ട്വിസ്റ്റ് പറയാൻ വന്ന 2 ട്വിസ്റ്റ്. അയ്യോ ഞാനിന്നേ ദൃശ്യം 1ഉം 2ഉം കണ്ട് നിറഞ്ഞിരിക്കുക. ഏതാ ഇഷ്ടപ്പെട്ടെ? 1 അല്ലയോ ഒന്നുകൂടെ നല്ലത്? എനിക്കും 1 ഇഷ്ടപ്പെട്ടെ. ഹസ്കി പേഴ്ച പട്ടിയുടെ കൂട്ടുള്ള കൂട്ടൊന്നും നമുക്ക് വേണ്ടേക്ക് വാ. പക്ഷെ വരുന്നുമില്ല. അതെ എനിക്ക് കുറച്ച് എമർജൻസി ഉണ്ടായിരുന്നേ, അതിന് എന്തേലും ഒന്ന് പറഞ്ഞു വിട്ടേക്കണേ. ഓക്കെ. ചെറിയൊരു പണി കിട്ടിയിട്ടുണ്ട്. എല്ലാവർക്കും പണി കൊടുത്താന്നല്ലോ ശീലം. അതെ, ഞാൻ കുറച്ച് ദിവസത്തേക്ക് ഇവിടുന്ന് മാറിയിരിക്കാൻ പോവാ. ജോസിയാനെ എങ്ങനെ ജയിലിലാക്കി? നിന്നോട് പറഞ്ഞ 1000 കള്ളങ്ങളിലോ ഒരെണ്ണം മാത്രമാണ്. ഞാൻ അത് പിന്നീട് പറഞ്ഞ് മനസ്സിലാക്കി തരാം. മോരിലെ പുളിയും പോയി, തൈര് ഇനി എന്തോ കൺവിൻസ് ചെയ്യാനാ? തൈര് എനിക്ക് മനസ്സിലായി, ഇപ്പൊ ഒന്നും പറയാൻ പറ്റത്തില്ല, പോയിട്ട് വന്നിട്ട് പറയാം. നമ്മൾ ഇത്രയും നാൾ അന്വേഷിച്ച കാര്യങ്ങൾ ആ പരിസരങ്ങളിൽ തന്നെ ഇല്ലേ? ചോറ് പുട്ടുണ്ടാക്കുമായിരുന്നു. ഇവിടെ ഉണ്ടായിരുന്നോ ഏട്ടത്തി? പീയൂഷ് പട്ടിയെ പേടിച്ച് 2 ദിവസം ഉണ്ടായിരുന്നത്. അവിടെ ചെന്നപ്പോ പട്ടിക്ക് ചേട്ടത്തിയോടുള്ള ബഹുമാനം നമ്മൾ കണ്ടോ? ഏട്ടത്തി എന്താ പരിപാടി? ഓ വറുത്തരച്ച് കഴിച്ചാൽ പോലും കറിക്ക് ഒരു ടേസ്റ്റ് ഇല്ല. നല്ല കുടമ്പുളി വെച്ച മീൻകറി വെക്കാൻ കുരിയച്ചൻ എന്നും ആളിനെ തപ്പുമായിരുന്നു. എന്നിട്ട് ആളിനെ കിട്ടിയോ? കിട്ടത്തില്ലെന്നാ വിചാരിച്ചേ. നീ ആരാണെന്ന് അറിയുന്നത്? ഏട്ടത്തി കൂറുള്ള പട്ടികളും ഉണ്ട്. അവർക്കൊക്കെ ഒറ്റ മാസ്റ്റർ അല്ലയോ? സാർ ഈ പറയുന്ന പോലെ കുരിയച്ചനെ അങ്ങനെ പിടിച്ചു വെക്കാൻ പറ്റിയ ഐറ്റം ഒന്നുമില്ല. അങ്ങനെ പിടിച്ചു വെച്ചാൽ തന്നെ അവിടെ നിൽക്കുന്ന ഐറ്റവും അല്ല കുരിയച്ചൻ. പിന്നെ എന്തെങ്കിലും ചെയ്യാൻ പ്ലാൻ ഉണ്ടോ? ഈ പ്രായത്തിൽ എന്ത് ചെയ്യാനും വെച്ച് പോടുന്നു. പോയത് അങ്ങേറെ ഇഷ്ടപ്രകാരമായിരിക്കും. കുറച്ചു ദിവസം തങ്ങാനോ വരും. കാവലിന് നിന്ന നായ്ക്കളെ ശരിക്കും അങ്ങേറെ കൺട്രോളിലല്ലെങ്കിൽ Sometimes protection and restriction, they both look same. ജോസിയാനെ എങ്ങനെ ജയിലിലാക്കി? സത്യമായിട്ട് ഞാൻ കൈ ബാക്കിലുണ്ടായി ഒന്നും ചെയ്യാൻ വേണ്ടിയല്ല, കുണ്ടി ഒന്ന് പറഞ്ഞാ